ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പം ഡിന്നറിന് വേണ്ടി ഞങ്ങൾ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ പോവാണേ. അന്നേരം നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് എന്റെ സ്വന്തം റെസിപ്പി ഒന്നും അല്ല. ഞങ്ങള് US പോയപ്പോൾ അവിടെ ആന്റിയുടെ മോള് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഒരു സൂപ്പാണ്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്ന് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളെയും ആ റെസിപ്പി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കെയിലാണ്. കെയില്, പിന്നെ നമുക്ക് വേണ്ടത് ഗ്രൗണ്ട് ബീഫ്, പൊട്ടറ്റോ, ഓനിയൻ, ഗാർലിക്, ജിഞ്ചർ, പിന്നെ വേണ്ടത് കുറച്ച് ചിക്കൻ ബ്രോത്തും അതുപോലെ തന്നെ കുറച്ച് ക്രീമുമാണ് വേണ്ടത്. പിന്നെ നമ്മൾ എരിവിനായി കുരുമുളക് ആഡ് ചെയ്യും, ടേസ്റ്റിന് വേണ്ടി ഉപ്പ് ആഡ് ചെയ്യുന്നതായിട്ട്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് നമ്മുടെ ബീഫിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് പാന് അടുപ്പ് വെച്ച് അടുപ്പ് ഓൺ ആക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എണ്ണ വേണേലും ഒഴിക്കാം കേട്ടോ. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഗ്രൗണ്ട് ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിങ്ങനെ ബീഫ് ഇങ്ങനെ കുക്കായി വരുമ്പോൾ നമുക്ക് കുറച്ച് സോൾട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ബീഫിൽ ഒന്ന് ഇച്ചിരി ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ച് സോൾട്ട് ഇപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ബാക്കിയെല്ലാം ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓക്കേ മമ്മി. ഇപ്പം ബീഫ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ. ഇനിയിപ്പം നമുക്ക് ഇതിനെ ഒന്ന് മാറ്റിയിട്ട് വേറെ ഒരു പാത്രത്തിൽ എടുത്ത് വെക്കാവേ. ബീഫിനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മെൽറ്റ് ആവുമ്പോഴത്തേന് അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒനിയന്, ജിഞ്ചർ, ഗാർലിക്, ഒനിയൻ നമുക്ക് ഇട്ട് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് വഴറ്റാം. ഇപ്പൊ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ആ സമയത്തിന് ഞാൻ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുവാണ്. പൊട്ടറ്റോ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊട്ടറ്റോയുടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം പൊട്ടറ്റോ ഒന്ന് വേകണമല്ലോ. കുറച്ചു നേരം നമുക്കൊന്ന് ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവുവാണ്. അല്പം ഉപ്പൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊട്ടറ്റോയിലേക്ക് ഇച്ചിരി ഉപ്പൊക്കെ വരാൻ വേണ്ടി ഒരു ശകലം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം കേട്ടോ. അന്ന് ഇനിയിപ്പോ നമുക്കൊന്ന് ഈ തീ കുറച്ച് വെച്ചിട്ട് ഈ ആവിയിൽ ഇരുന്നിട്ട് പൊട്ടറ്റോ വെന്തെടുക്കാം. ഇടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളത്തോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നന്നായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ സമയം ഞാൻ ഈ കെയിലിടുവാണ്. കെയില് ഇത് ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ ചിക്കൻ ബ്രോത്ത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് നമുക്ക് എന്തുമാത്രം ഇത് ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ചിക്കൻ ബ്രോത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാന് കുറച്ചേറെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം ഈ ഒരു 900 ml ചിക്കൻ ബ്രോത്ത് ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കെയിലും പിന്നെ ഇത് ചിക്കൻ ബ്രോത്തും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം ഞാൻ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ചിക്കൻ ബ്രോത്തിന് ഉപ്പുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് പിന്നെ ആഡ് ചെയ്യാന്. ഇപ്പൊ ഞാന് ഇത് ചിക്കൻ ബ്രോത്ത് ഇട്ട് ഒന്ന് ഉപ്പ് ഇപ്പം നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ഉപ്പുണ്ട്. ഞാനൊരു അതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോ ഈ സമയം നമുക്ക് എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് ആഡ് ചെയ്തിട്ട് കൊടുക്കാവേ.
നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് ഇടണേ. ഞാൻ കുറച്ച് കൂടുതൽ കുരുമുളക് ഇടുന്നുണ്ട്, ഇച്ചിരി എരിവ് കിട്ടാൻ വേണ്ടി. നമ്മുടെ സൂപ്പ് നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കെയിലും പൊട്ടറ്റോയും അതുപോലെ തന്നെ ബീഫും എല്ലാം നന്നായിട്ട് വെന്ത് നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറിയ സൂപ്പാണ് വേണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയ നമ്മുടെ ക്രീമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 50% ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പെർസെൻറ്റേജ് എത്ര വേണോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ 50% ആണ് യൂസ് ചെയ്യുന്നത്. ചൂടാക്കിയിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ ആയിട്ടോ. എങ്ങനെയുണ്ട്? ഗുഡ്. ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.